അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. നല്ല കുരുമുളകിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള അയിലയാണ്. അപ്പോൾ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സിനു ഷംസി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല പച്ചക്കുരുമുളകും കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ ഇതായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 നമ്മുടെ കുഞ്ഞുള്ളി, അതായത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളക് ഞാൻ എൻ്റെ കയ്യിൽ 4 ഉള്ളായിരുന്നു, അത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2ൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതാ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് 2 ഇതുപോലെ നീളത്തിലുള്ള കുരുമുളക് ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ അതിൽ നിന്ന് വേറെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് മസാല ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങയാണ്. ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം. ഇനി അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ പച്ച മസാല, അതായത് ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ഗ്രീൻ മസാല, നമ്മൾ മീനിൻ്റെ മുകളിൽ ഇതേപോലെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വരഞ്ഞിട്ടാണ് ഞാൻ അതിലെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ആദ്യം ഞാനിത് ചട്ടിയിലാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്, പക്ഷേ അത് അടിയിലൊക്കെ പിടിച്ചിട്ട് ആകെ ഫ്ലോപ്പായി. പിന്നെ ഞാനിതാ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഒരു പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇനി നമ്മൾ ഒരു കറിവേപ്പില ആദ്യം ഇതുപോലെ കണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കായം തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇതേപോലെ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വാഴൻ്റെ ഇല കൊണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടച്ച് വെക്കണം എന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു വാഴൻ്റെ ഇലയുടെ ഫ്ലേവർ വേണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അടച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഒരു ഭാഗം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 തവി ഉപയോഗിച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. കാരണം അയിലായതുകൊണ്ട് തന്നെ അതിഞ്ഞ് പൊടിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് 2 തവി ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 നമ്മൾ മറിച്ചിട്ടിട്ട് 2 സൈഡും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അയലയുടെ 2 ഭാഗം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും, ബൈ.